കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, ഒരു പുതിയ വർഷം കർത്താവ് നമുക്ക് തന്നിരുന്നതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയാം. പുതിയ തീരുമാനങ്ങളും പുതിയ ആലോചനകളും പുതിയ ജീവിത ശൈലികളുമായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു പുതിയ വർഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകം 21 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ആകാശവും ഭൂമിയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മേഖലകളായി മാറുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിധികൾ വിസ്തൃതമാകുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ നാം വരച്ചിട്ടിരിക്കുന്ന വരകൾക്കപ്പുറത്തേക്ക് വിശാലമായൊരു ലോകം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് സഞ്ചരിക്കുവാനും നമുക്ക് ബന്ധങ്ങൾ ഏറ്റെടുക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള നിയോഗങ്ങൾ കണ്ടെത്തുവാനും ബലിയർപ്പണത്തിലൂടെ കർത്താവിൻ്റെ തിരുരക്തം വിശാലമായ ഈ ഭൂമിയിലേക്ക് ഒഴുകി അനേകമായിരങ്ങൾ ക്രിസ്തുവിനെ അറിയുന്ന ഒരു വർഷമായി ഈ വർഷം മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രത്യാശിക്കാം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പനയും നമുക്ക് ഈ ദിവസം പ്രത്യേകമായി ഓർക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഏറ്റവും ഒന്നാമതായി കാണുക. ഇതാണ് ഈ പുതിയ വർഷത്തിൽ നമുക്കെടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ. എല്ലാറ്റിനും ദൈവമെന്ന ആ ശക്തിയുടെ, ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന, ചിന്തിക്കുന്ന, ആ കർത്താവ് നൽകുന്ന എല്ലാ കാര്യങ്ങളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാകട്ടെ. എല്ലാ പഴമകളെയും നീക്കിക്കളയുവാനും പുതിയ ഒരു വീഞ്ഞായി രൂപാന്തരപ്പെടുവാനും നമുക്ക് സാധിക്കണം. നാം ജീവിച്ചിരുന്ന ഈ ഭൂമി പുതിയതാകാൻ പോകുന്നു. നാം ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ആകാശവിധാനത്ത് ഇതാ പുതിയൊരാകാശം കാണപ്പെടാൻ പോകുന്നു. പഴയ കാർമേഘങ്ങളൊക്കെ മാറി, അസ്വസ്ഥതകളൊക്കെ മാറി, പുതിയൊരു നവ്യമായ ഒരു അനുഭവം, ഒരു ദൈവീകമായ അനുഭവം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ നമുക്ക് അസ്വസ്ഥതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിനെ പുതിയ ഒരു കാൽ ചുവടോടുകൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ പുതിയ ജീവിതത്തിൽ അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും പുതിയൊരു തലത്തിൽ കാണുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ദൈവീകമായ കാര്യത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൻ്റെയും ഒക്കെ വർഷമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സമാഗമ കൂടാരത്തിൽ മോശ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നതായിട്ടാണ് വചനം പറയുന്നത്. അങ്ങനെ സംസാരത്തിനിടയിൽ അവൻ ദൈവീകമായ തീരുമാനങ്ങളെ കേട്ടു, ദൈവീകമായ തീരുമാനങ്ങൾ ഉൾക്കൊണ്ടു. ആ ഒരു ദൈവാനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. ഈ ഒരു പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് നൽകപ്പെടട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുകയും വിശുദ്ധ ബലികളിൽ നിങ്ങളെല്ലാവരെയും, ഈ വചനവയലിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ ബലിയിൽ പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവവചന ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ ശക്തമായ അഭിഷേകം നൽകപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ വളർന്ന് വലുതാകട്ടെ. അനേകം മക്കൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നൊരു വർഷമായി തീരുവാൻ ഈ വർഷം മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നല്ല പ്രഭാതങ്ങൾ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും ഉണ്ടാകട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, ആദർശച്ചൻ.